ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു രാഷ്ട്രീയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ഈ ക്വാർട്ടറിലെ 13ാമത്തെ പാഠമായ അന്ത്യത്തിലെ സാദൃശ്യങ്ങൾ എന്ന പാഠമാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. പാഠപഠനത്തിനായിട്ട് നമുക്ക് തന്നിട്ടുള്ള വാക്യങ്ങൾ മത്തായി 12-ാം അധ്യായം, യോന 3-ാം അധ്യായം, വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം, ദാനിയേൽ 5-16 അധ്യായങ്ങൾ, 2 ദിനവൃത്താന്തം 36-ാം അധ്യായം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വേദഭാഗങ്ങളാണ് നാം ഈ ആഴ്ചത്തെ പാഠപഠനത്തിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ മനപ്പാഠവാക്യം യോനയുടെ പുസ്തകം 1:9. അതിന് അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ മനപ്പാഠവാക്യം. ഈ ക്വാർട്ടറിലെ അവസാനത്തെ പാഠത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. അന്ത്യകാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി പഠിക്കുവാൻ, അല്ലെങ്കിൽ ചരിത്രം പഠിക്കുന്നതിലൂടെ ഈ അന്ത്യകാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് ഈ ആഴ്ചത്തെ പാഠം നമ്മെ സഹായിക്കും. ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുവാനായിട്ട് പോകുന്നത് യോനായുടെ ദൗത്യത്തെക്കുറിച്ചാണ്. നിനവയിലുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചും അതുപോലെ തന്നെ പേർഷ്യൻ രാജാവായ കൊരശിനെക്കുറിച്ചും നമ്മളിന്ന് പ്രധാനമായിട്ടും പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന സാദൃശ്യങ്ങളുടെയും സൂചനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ പാഠപഠനത്തിലൂടെ നമുക്ക് ഈ അന്ത്യകാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ളതും നമ്മൾ ഏത് ഭാഗത്ത് നമ്മൾ നിൽക്കണമെന്നുള്ളതുമൊക്കെയാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ വൈമനസ്യമുള്ള പ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വൈമനസ്യമുള്ള പ്രവാചകനായിട്ട് നമ്മൾ കാണുന്ന ഒരേ ഒരു പ്രവാചകനേ ഉള്ളൂ, അത് യോന പ്രവാചകനാണ്. ദൈവമായ യഹോവയുടെ ഒരു പ്രവാചകനാണ് യോന പ്രവാചകൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ നമുക്ക് വളരെ പരിചിതമായ കഥയാണ്. നമുക്കറിയാം, യോന പ്രവാചകനെ പറയുന്നത് മനസ്സില്ലാത്ത പ്രവാചകൻ എന്നാണ് പറയുന്നത്. കാരണം യോനായുടെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ യോനായോട് ദൈവം പറയുന്നു, നീ എന്ത് ചെയ്യുക, മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അവിടുത്തെ ജനങ്ങളോട് ആ രാജ്യത്തിൻ്റെ ദുഷ്ടത വളരെ വലിയതായതുകൊണ്ട് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കുക എന്നൊരു ദൗത്യത്തെയാണ് യഹോവ ഈ യോന പ്രവാചകനെ ഏൽപ്പിക്കുന്നത്. എന്നാൽ യോന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഈ നിനവേക്കാരോട് അദ്ദേഹത്തിന് ഒട്ടുമേ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന് ശക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ഈ നിനവേ അല്ലെങ്കിൽ അസീറിയ, അശൂർ എന്നൊക്കെ പറയുന്ന ഈ സാമ്രാജ്യം എന്ന് പറയുന്നത്, ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനവേ എന്ന് പറയുന്ന മഹാനഗരം. ഈ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, വളരെ ദുഷ്ടത നിറഞ്ഞ ഒരു രാജ്യമായിരുന്നു. നമുക്കറിയാം, ഈ ടൈഗ്രീസ് എന്ന് പറയുന്ന നദിയുടെ കരയിലായിട്ടാണ് ഈ നിനവേ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇന്നത്തെ ഇറാഖിൽ മൊസൂൾ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ നിനവേ പട്ടണം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം ഈ അസീറിയക്കാർ എന്ന് പറയുന്നവർ എങ്ങനെയുള്ളവരായിരുന്നു? അവർ വളരെ ക്രൂരന്മാരായിരുന്നു. അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ വളരെ ക്രൂരന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യോന പ്രവാചകൻ എന്ത് ചെയ്തില്ല, ആ ഒരു നിനവയിലേക്ക് പോകുവാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. നിനവയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നു മഹാപട്ടണമാണെന്ന് പറയുന്നു. നമുക്കറിയാം, അന്നത്തെ കാലത്ത് 1,20,000-ത്തിലധികം ആളുകൾ വസിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു നിനവേ പട്ടണം. ആ പട്ടണം മുഴുവൻ ഒരു ചുറ്റി നടന്ന് കാണണമെങ്കിൽ തന്നെ 3 ദിവസത്തെ വഴി നടക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഈ പട്ടണത്തിലേക്ക് ഒരു ദൂത് പറയാനായിട്ട് യോന പ്രവാചകനെ ദൈവം അയക്കുകയാണ്. എന്നാൽ യോന പ്രവാചകൻ അവിടേക്ക് പോകാതെ തർശീഷിലേക്ക് കപ്പൽ കയറുന്നു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. തർശീഷ് കപ്പലിലേക്ക് കയറി ദൈവം എന്ത് ചെയ്തു, യോന പ്രവാചകൻ നിമിത്തം വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു, കപ്പൽ തകരുമെന്ന സ്ഥിതിയായപ്പോൾ അക്കാലത്തെ അവരുടെ ഒരു രീതിയായിരുന്നു
എന്തെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കപ്പലിലുള്ള ആൾക്കാരുടെ എല്ലാം പേരുകൾ എഴുതിയിട്ട് അവരൊരു ചീട്ടിടും. ആ നറുക്ക് ആർക്കാണോ വീഴുന്നത് ആ വ്യക്തി കാരണമാണ് അവിടെ ആ പ്രശ്നം ഉണ്ടായതെന്ന് അവർ മനസ്സിലാക്കും. അപ്പം ഇങ്ങനെ അവർ നറുക്കിട്ടു. നറുക്ക് ആർക്ക് വീണു? നമ്മുടെ യോനാ പ്രവാചകന് വീഴുന്നതായിട്ട് കാണുന്നു. യോനയെ അവരെടുത്ത് അവരോട് യോന പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ കടലിലേക്ക് ഇട്ടുകൊള്ളുകാൻ പറയുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മനപ്പാഠവാക്യം പറയുന്നത്. അവിടെ യോനാ പ്രവാചകൻ അവരോട് പറയുന്നു, ഞാനൊരു എബ്രായനാണ്, സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. അത് മാത്രമല്ല ഈ കടലും കരയും ഒക്കെ ഉണ്ടാക്കിയ ദൈവത്തെയാണ് ഞാൻ ഭജിച്ചു വരുന്നത് എന്നുള്ളൊരു സാക്ഷ്യം അവിടെ യോനാ പ്രവാചകൻ അവരോട് പറയുന്നതായിട്ട് കാണുന്നു. അവരെന്ത് ചെയ്യുന്നു? യോനാ പ്രവാചകനെ കടലിലേക്ക് എടുത്തിടുകയും ഒരു തിമിംഗലം അല്ലെങ്കിൽ ഒരു കടലാന വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. 3 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? നിനവെ പട്ടണത്തിലേക്ക് ആ പട്ടണത്തിലേക്ക് വന്ന് അതിനെ അവിടെ യോനയെ അവിടെ ഛർദ്ദിച്ചിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പം ഈ നിനവെ എന്ന് പറയുന്ന രാജ്യത്ത് ഈ യോനാ പ്രവാചകൻ വന്നെത്തുകയും അവിടെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ യോനാ പ്രവാചകനെ കുറിച്ച് ആര് പറയുന്നുണ്ട്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു സാക്ഷ്യം പറയുന്നുണ്ട്, അല്ലേ? നമുക്കറിയാം, നമ്മളതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ മത്തായി 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പം അവിടെ ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു അടയാളം തരണമെന്ന് പറയുന്നു. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ് നിങ്ങളുടെ തലമുറയെന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള അടയാളം എന്ന് പറയുന്നത് യോനാ പ്രവാചകന്റെ അടയാളമാണ് എന്ന് പറയുന്നു. യോനാ പ്രവാചകൻ 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും എന്ത് ചെയ്യും? ഭൂമിയുടെ ഉള്ളിൽ 3 പകലും 3 രാവും ഇരിക്കേണ്ടി വരുമെന്ന് അവരോട് സാക്ഷ്യമായിട്ട് അവരോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെയും യോനാ പ്രവാചകനെയും തട്ടിച്ചു നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോനാ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം താൻ ഈ തിമിംഗലത്തിൻ്റെ വായിൽ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ വായിൽ 3 ദിവസം കിടക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടായിരുന്നു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോനാ പ്രവാചകൻ്റെ പാപം നിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചത്? ഈ 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ട അവസ്ഥ വന്നത്. എന്നാൽ നമ്മൾ തിരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു 3 രാവും 3 പകലും ഈ ഭൂമിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ കല്ലറയ്ക്കുള്ളിൽ കഴിഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പറഞ്ഞിരിക്കുകയാണ്, ഈ യോനാ പ്രവാചകനെ ദൈവം ഏൽപ്പിച്ച ഈ ദൗത്യം തന്നെയാണ് ഇന്ന് നമ്മളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, യോനാ പ്രവാചകൻ നിനവയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തർശീഷിലേക്ക് കപ്പൽ കയറുമ്പോൾ കപ്പലിൽ വെച്ച് യോനാ പ്രവാചകൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, അല്ലേ? എന്താണ് ആ സാക്ഷ്യം പറയുന്നത്? നമ്മുടെ മനപ്പാഠവാക്യം അതാണ്. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാനൊരു എബ്രായനാണ്, ഞാൻ ഈ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നവനാണ് എന്ന് അവിടെ പറയുന്നതായിട്ട് കാണുന്നു. ഈ വാക്യം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അവിടെ പ്രത്യക്ഷമായിട്ട് തന്നെ പറയുകയാണ്, ഈ സകലവും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് അവിടെ യോനാ പ്രവാചകൻ ഈ കപ്പലിലുള്ളവരോട് ഒരു സാക്ഷ്യമായിട്ട് അവിടെ പറയുന്നു. ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ശേഷിപ്പായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇതേ ദൗത്യം തന്നെയാണ്, അല്ലേ? നമുക്കറിയാം, വെളിപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉള്ള ദൂതുകളെക്കുറിച്ച് അല്ലെങ്കിൽ 3 ദൂതന്മാരുടെ ദൂതുകളെക്കുറിച്ച് അവിടെ പറയുന്നു. അതിൽ ആദ്യത്തെ ദൂതാണ് ഈ യോനാ പ്രവാചകൻ പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ സകല ഭാഷയും വംശവും ഗോത്രവുമായവരോട് വിളിച്ചു പറയുന്നത് ഇതെല്ലാം സൃഷ്ടിച്ചവന്, ഈ കരയും കടലും നീരുറവകളെയും പർവ്വതങ്ങളെയും സകലവും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിലും കാണുന്നത്. ഇത് തന്നെയാണ് യോനാ പ്രവാചകനും എന്ത് ചെയ്യുന്നത്? ഈ കപ്പലിലുള്ള ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് നാം ആരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നാം ആരെയാണ് ആരാധിക്കുന്നത്, ആ വ്യക്തി ആരാധനയ്ക്ക് എന്തുകൊണ്ട് യോഗ്യനാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത്
നമ്മൾ ഓരോ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നാം അവരെല്ലാം ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണ്, മനസ്സാക്ഷിയില്ലാത്തവരാണ്, എന്താണ് തെറ്റ് ചെയ്യുന്നതിനും അവർക്ക് യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. പക്ഷേ നമുക്കൊരിക്കലും ഈ യോനാ പ്രവാചകൻ ചെയ്തതുപോലെ അതിൽ നിന്ന് നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനുള്ള അവകാശം നമുക്ക് ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസ്തയോടുകൂടി ചെയ്യണമെന്നാണ് ഞായറാഴ്ചത്തെ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഒരു പ്രവൃത്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, യോനാ പ്രവാചകൻ ഈ നിനവെ എന്ന പട്ടണത്തിലേക്ക് എത്തുന്നു. നമ്മൾ മനസ്സിലാക്കി അവിടെ 1,20,000-ലധികം ജനവാസമുള്ള മേഖലയാണത്. അത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ വളരെ ക്രൂരരും ദുഷ്ടരുമായ ജനങ്ങളാണ്. യോന ഒരു ദിവസത്തെ വഴിദൂരം നടന്നിട്ടാണ് ഈ സുവിശേഷം അവരോട് പറയുന്നു 40 ദിവസത്തിനകം ദൈവം എന്ത് ചെയ്യും? നിങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് അവിടെ പറയുന്നുണ്ട്, അല്ലേ? 40 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഗരത്തെ ഉന്മൂലമാക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെ അശേഷം മുടിച്ചു കളയുമെന്ന് അവിടെ പറയുന്നു. യോനാ പ്രവാചകൻ അവിടെ അവരോട് സുവിശേഷീകരിക്കുന്നു, അല്ലെങ്കിൽ ആ നഗരത്തിന് വിരോധമായി അവിടെ പ്രസംഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈ ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം രട്ടുടുത്ത് അവിടുത്തെ സകല ജനങ്ങളെയും, അതായത് മഹത്തുക്കളെയും പ്രഭുക്കന്മാരെയും മറ്റ് മന്ത്രിമാരെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് രാജ്യം ഒട്ടുക്ക് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും എല്ലാവരും രട്ടുടുക്കുകയും പൂർണ്ണമായിട്ട് മൃഗങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായി അവരെ ഉപവസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? ആർക്കറിയാം ദൈവം നമ്മളോട് കൃപ ചെയ്യുമോയെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് അവരവരുടെ ആ പ്രവൃത്തി വിട്ടു തിരിഞ്ഞു എന്നൊരു വാക്കും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിനവേക്കാർ എന്ത് ചെയ്തു? ഈ യോനായുടെ ഒരു പ്രസംഗം കേട്ട് അവിടെ മാനസാന്തരപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ യോനായ്ക്ക് ഇത് അനിഷ്ടമായി എന്ന് നമ്മൾ കാണുന്നു. കാരണം എന്താണ്? ദൈവം എന്താണ് പറഞ്ഞത്? 40 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തെ എന്ത് ചെയ്യും? ഉന്മൂലമാക്കും. ഇത് പ്രതീക്ഷിച്ച് ആരിയ്ക്കുകയാണ്? യോനാ പ്രവാചകൻ ഇരിക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദൈവം വാക്ക് മാറിയിരിക്കുന്നു. നിനവേക്കാർക്ക് ഒന്നും സംഭവിച്ചില്ല. അവർ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ അവരോട് അനുതപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമുക്കിനി ആ ഭാഗം നോക്കുകയാണെങ്കിൽ ദൈവം പറഞ്ഞതിന് എന്തുകൊണ്ടായിരിക്കും ദൈവത്തോട് യോന കോപിക്കുന്നുണ്ട്? നമുക്കറിയാം, എനിക്കറിയാം നിൻ്റെ സ്വഭാവം ഇതാണെന്ന് എനിക്കറിയാം. നീ മഹാകരുണയും ദയയുമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. എനിക്കറിയാം ഇവർ മാനസാന്തരപ്പെടുമ്പോൾ നിൻ്റെ മനസ്സലിയുമെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ യോനാ പ്രവാചകൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ദൈവം എന്താണ്? വാക്ക് മാറത്തില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവം വാക്ക് മാറിയ പല സന്ദർഭങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പം നമുക്കത് ഏതൊക്കെയാണ്, അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം എല്ലാ കാര്യത്തിനും ഒരു വ്യവസ്ഥയുണ്ട്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യത്തിനും, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനാണെങ്കിലും എല്ലാം ഒരു വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പോകുന്നത്. അതിന് മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? നിയമം അവിടെ മാറിപ്പോവും, അല്ലേ? അപ്പോൾ അതിൻ്റെതായ ശിക്ഷാവിധികളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ ഒരു വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് വായിച്ചു നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ടു തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ഒരു ജാതിയെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ഞാൻ അതിനെ പണിയുകയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട് അതെൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്താൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇവിടെ വ്യവസ്ഥയുണ്ട്. എന്താണ് വ്യവസ്ഥ? ഞാൻ ഒരു രാജ്യത്തെ പറിച്ചിടിച്ച് അതിനെ നിർമൂലമാക്കും, അതിനെ നശിപ്പിച്ച് കളയും, വേരോടെ പറിച്ച് കളയും എന്ന് പറഞ്ഞാലും
ആ രാജ്യത്തെ ജനങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നോട് നിരന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ഈ അനർത്ഥമൊന്നും ഞാൻ എന്തു ചെയ്തില്ല, അവർക്ക് വരുത്തത്തില്ല എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാനൊരു രാജ്യത്തെക്കുറിച്ച് അതിനെ പണിയുകയും നടുകയും അതിനെ വലുതാക്കുകയും വളർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാതെ എൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി അവർ നടന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ എന്തു ചെയ്യും? ഞാൻ അവർക്ക് ചെയ്ത ഈ വാഗ്ദത്തത്തെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കത്തില്ല, അവരെ ഞാൻ നശിപ്പിച്ച് കളയുമെന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം മാനസാന്തരത്തിന് വേണ്ടി തൻ്റെ വാക്ക് മാറ്റാൻ ആര് തയ്യാറാണ്? ദൈവം തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും എത്ര ബലഹീനതകൾ നമുക്കുണ്ട് എങ്കിലും നമ്മൾ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കുമ്പോൾ അത് ക്ഷമിക്കുവാൻ, നമ്മുടെ കുറവുകളെ ക്ഷമിക്കുവാൻ, നമ്മുടെ ബലഹീനതകളെ ക്ഷമിക്കുവാൻ, നമ്മുടെ ശാപത്തെ നന്മയാക്കി തീർക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് ശിക്ഷാവിധിയിൽ നമ്മൾ അകപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇനി മാറ്റമില്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലേ? ദൈവം ഇപ്പം നമ്മൾ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു അല്ലെ? ഒരു വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് മാനസാന്തരപ്പെടുന്നവർക്ക് എന്തുണ്ടാവും? മാറ്റമുണ്ടാവും. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അത് ചിലപ്പോൾ നന്മയായിരിക്കാം തിന്മയായിരിക്കാം, അത് അനുഭവിക്കേണ്ടി വരും. എന്നാൽ ചില കാര്യങ്ങൾക്ക് മാറ്റമില്ല. എന്തിനൊക്കെയാണ് മാറ്റമില്ലാത്തത്? നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മാറ്റമില്ല. നമ്മൾ മാനസാന്തരപ്പെട്ടാലും മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ആര് വരും? കർത്താവായ യേശുക്രിസ്തു വരും അല്ലേ? അതുപോലെ തന്നെ ന്യായവിധിക്ക് മാറ്റമില്ല, അന്ത്യകാല ബാധകൾക്ക് മാറ്റമില്ല, പിന്നെന്താണ്, മൃഗത്തിൻ്റെ മുദ്രയ്ക്ക് മാറ്റമില്ല, ഞായറാഴ്ച ആരാധന, ഇതൊക്കെ വരും, വരാതിരിക്കത്തില്ല അല്ലേ? അതൊക്കെ ആ പ്രവചനത്തിലുള്ളതാണ്, ഇതൊക്കെയും വരും. എന്നാൽ മാനസാന്തരപ്പെടുന്നതിൻ്റെ കാര്യത്തിന് എന്തുണ്ട്? വ്യവസ്ഥയ്ക്കനുസരിച്ച് അതിൽ ദൈവം എന്തു ചെയ്യും? നമ്മളെ നശിപ്പിക്കുകയും നമ്മളെ വളർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ എന്താണ്? നിലവേക്കാർ എന്ത് ചെയ്തു? ഈ മാനസാന്തര പ്രസംഗം കേട്ടു, അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു അല്ലേ? ഒന്നൊഴിയാതെ അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് ജീവനിലേക്ക് അവർ കടന്നിരിക്കുന്നു. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ജനങ്ങൾ, ഈ നിനവേക്കാർ എന്ത് ചെയ്തു? അവരുടെ ദുഷ്ടതയിലേക്ക് തന്നെ വീണ്ടും തിരികുകയും ദൈവം അവരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പം ഈ നിനവേയുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, രക്ഷ എന്നുള്ളത് അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് നമ്മുടെ രക്ഷ ഇരിക്കുന്നത് എന്ന് ഓരോ ദൈവമക്കളും മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ നിനവേക്കാർ എങ്ങനെയാണ് നശിച്ചത്? അവരുടെ ഇനി ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇനി ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബെൽഷസ്സറിൻ്റെ വിരുന്ന് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ BC 612 ഈ മേദ്യരും ബാബിലോണിയരും ചേർന്ന് അസീറിയയെ പരാജയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? നമുക്കറിയാം നെബൂഖദ്നേസറിൻ്റെ പിതാവായ നെബൂഖദ്നേസറാണ് ഈ സൈന്യത്തെ നയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അസീറിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് രണ്ടുപേരോട് ചേർന്ന് ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസറിൻ്റെ പിതാവ് എന്ത് ചെയ്തു? ഈ അസീറിയയെ കീഴ്പ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമുക്കറിയാം പിൽക്കാലത്ത് നെബൂഖദ്നേസറിൻ്റെ കീഴിൽ ഈ ബാബിലോണിയ സാമ്രാജ്യം വളരെ ശക്തി ആർജിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച എന്ന് പറയുന്ന വളരെ വലിയ വളർച്ചയായിരുന്നു. അയൽ രാജ്യങ്ങൾ പോലും അവളുടെ കീഴിൽ വന്നുവെന്നാണ് പറയുന്നത്. നമ്മൾ പിൽക്കാലത്ത് നെബൂഖദ്നേസറിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് പിൽക്കാലത്ത് യഹോവഭക്തനായി മാറുകയും അദ്ദേഹമാണ് ദാനിയേൽ 4-ാം അധ്യായം അദ്ദേഹം എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അദ്ദേഹം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഭൂലോകത്തിലൊക്കെയും ഒരു ദൈവമുണ്ട് എങ്കിൽ അത് യഹോവയാണ് എന്ന് അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? അപ്പം ഈ നെബൂഖദ്നേസറിൻ്റെ ഈ രാജ്യത്തെ ഈ ഉയർച്ചയും നെബൂഖദ്നേസറിൻ്റെ ഈ ഉയർച്ചയെ ദൈവം അവനെ ഉയർത്തിയത് ഇതെല്ലാം ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ ബേൽഷസ്സർ എന്ന് പറയുന്ന അവൻ്റെ പൗത്രൻ അല്ലെങ്കിൽ ചെറുമകൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഒരു രാജാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം രാജ്യം ഭരിക്കുവാനായിട്ട് അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് ഈ രാജ്യത്തിൻ്റെ
മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത്, അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു അറിവ് ആർക്കുണ്ടാവും? ഇപ്പോൾ ഭരിക്കുന്ന രാജാവിനും ഉണ്ടാവും അല്ലേ? അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബ കാര്യമാണ്, അത് അവരറിയാതെ ഇരിക്കത്തില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ബേൽഷസർ എന്ത് ചെയ്യുകയാണ്? അവിടെ ബേൽഷസർ മനസ്സിലാക്കുന്നു നെബൂഖദ്നേസർ എന്താണ്? ദൈവഭക്തനാണെന്നും യഹോവഭക്തനാണ് എന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ രാജ്യം ഇത്രയും അഭിവൃദ്ധി പ്രാപിച്ചു എന്നും ആ രാജാവിൻ്റെ കയ്യിൽ നിന്നാണ് അധികാരം എൻ്റെ കയ്യിലേക്ക്, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ എൻ്റെ കയ്യിലേക്ക് വന്നത് എന്നും ഒക്കെ ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഈ ബേൽഷസറിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ, ബേൽഷസർ വളരെ അഹങ്കാരിയായ ഒരു മനുഷ്യനായിട്ടാണ് അവിടെ ബേൽഷസറിനെ നമ്മൾ കാണുന്നത് അല്ലേ? നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാം അവിടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദാനിയേൽ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവിടെ ദാനിയേൽ ബേൽഷസറിനോട് പറയുന്നുണ്ട്, എന്നാൽ അവൻ്റെ മകനായ ബേൽഷസറെ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും നീ നിന്റെ ഹൃദയത്തെ താഴ്ത്തിയില്ല എന്നൊരു പരാതി അവിടെ ആര് പറയുന്നുണ്ട്? നമ്മുടെ ദാനിയേൽ ബേൽഷസറിനോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ചരിത്രം നമുക്കറിയാവുന്നതാണ്. നമുക്കറിയാം നെബൂഖദ്നേസറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്. നെബൂഖദ്നേസർ ദൈവമാണ്, യഹോവയാണ് ഈ സകലത്തെയും ഭരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനും ആരാണ്? ദൈവമായ യഹോവയാണ് എന്ന് ദാനിയേലിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അല്ലേ? പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ രാജ്യഭരണത്തിൽ മുമ്പോട്ടായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒത്തിരി പരിഷ്കാരങ്ങൾ എവിടെ വരുത്തി? ഈ ബാബിലോണിയ രാജ്യത്ത് വരുത്തി. അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം സ്വയം അഹങ്കരിക്കുകയാണ്. എൻ്റെ മഹത്വം, എൻ്റെ പ്രതാപം കൊണ്ട് ഞാൻ ഇതൊക്കെയും ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവിടെ സ്വയം പുകഴ്ത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു അല്ലേ? നമുക്കറിയാം അദ്ദേഹം ഒരു സ്വർണ്ണ ബിംബത്തെ നാട്ടുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. ഒരു പ്രവചനമാണ് അവിടെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബാബിലോണിൻ്റെ ഈ ഒരു പ്രതാപത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ എന്ത് ചെയ്തു? ദൈവം അവിടെ നെബൂഖദ്നേസറിന് ഒരു ശിക്ഷാവിധി കൊടുക്കുന്നു അല്ലേ? ഒരു 7 വർഷക്കാലം നെബൂഖദ്നേസർ എന്ത് ചെയ്യുകയാണ്? കാട്ടിലേക്ക് പോയി അവിടെ ഒരു മൃഗത്തെ പോലെ കഴിയുന്ന നെബൂഖദ്നേസറിനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സൈനികരെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് തിരിച്ചൊരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിന് ആ 7 വർഷം അദ്ദേഹം ചെലവഴിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിഭ്രമമൊക്കെ മാറുകയും ദൈവം വീണ്ടും നെബൂഖദ്നേസറിനെ രാജസ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ബേൽഷസർ എന്ത് ചെയ്തു? ഇതിന് വിപരീതമായിട്ട്, ഈ ദൈവത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ബേൽഷസർ എന്ത് ചെയ്തു? ഈ നെബൂഖദ്നേസർ അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ആ പാനപാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു വലിയ വിരുന്ന് നടത്തി അവിടെ എന്ത് ചെയ്യാണ്? ഈ ദേവാലയത്തിലെ പാനപാത്രവും ഉപകരണങ്ങളും സാധനങ്ങളും എല്ലാം എടുത്ത് അവിടുത്തെ മഹത്തുക്കളും വെപ്പാട്ടികളും വേശ്യമാരും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതെല്ലാം കുടിച്ച് സന്തോഷിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ഈ 2 രാജാക്കന്മാർ തമ്മിലും വളരെ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഒരാൾക്ക് മാനസാന്തരത്തിനുള്ള അവസരം ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. 7 വർഷം അവന് മാനസാന്തരത്തിനുള്ള അവസരം കൊടുത്തു. അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ച് രാജസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾക്ക് എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരത്തിനുള്ള അവസരമില്ല. കാരണം അവനെല്ലാം അറിഞ്ഞു വെച്ചവനാണ്. ബേൽഷസർ എന്ന് പറയുമ്പോൾ നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ ആ മഹത്വം കാണുന്ന എപ്പോഴാണ്? പിന്നീടാണ്. ആ വർഷങ്ങളിലാണ്, 7 വർഷങ്ങളിലാണ് മനസ്സിലാക്കിയത് സകലവും ദൈവമാണ് സൃഷ്ടിച്ചതെന്നും ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. എന്നാൽ ബേൽഷസർ എന്ത് ചെയ്യണം? നേരത്തെ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് പാപം ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് മാനസാന്തരത്തിനുള്ള ഒരു അവസരം ലഭിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ നെബൂഖദ്നേസർ എന്ത് ചെയ്തു? ഇത്തരത്തിൽ അതിനകത്ത് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? അവൻ്റെ രാജ്യത്വം നീങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ നെബൂഖദ്നേസർ അനുഭവിച്ച ഈ കഷ്ടതയും അവനെ ദൈവം ഉയർത്തിയതും അവൻ്റെ രാജ്യം വലിയ മഹത്വത്തിലായി തീർന്നതും എല്ലാം കണ്ട ഈ ബേൽഷസറിൻ്റെ ഹൃദയത്തിന് എന്തുണ്ടായില്ല? മാറ്റം ഉണ്ടായില്ല, അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ചാണ് നമ്മുടെ രക്ഷ എന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ബാബിലോൺ എന്ന് പറയുന്ന രാജ്യം വളരെ ശക്തമായ ഒരു രാജ്യമായിരുന്നു. നെബൂഖദ്നേസറിൻ്റെ കീഴിൽ വളരെ ശക്തമായ ഒരു രാജ്യമായിരുന്നു. ബേൽഷസർ രാജ്യഭരണം ഏറ്റെടുക്കുമ്പോഴും
ബാബിലോൺ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു രാജ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോട്ടയ്ക്കുള്ളിൽ ഒരു ഈച്ചയ്ക്ക് പോലും അനുവാദമില്ലാതെ കടക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ വാതിലുകൾ താമ്ര വാതിലുകളാണ്, അതെപ്പോഴും അടച്ചിട്ടിരുന്നു. അതിന് ചുറ്റും കോട്ടയ്ക്ക് ചുറ്റും സൈന്യത്തിൻ്റെ കാവലുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, ഇതിന് നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പം യൂഫ്രട്ടീസ് നദി തിരിച്ചു വിട്ട് അവരെന്ത് ചെയ്തു, ഈ കോട്ടയ്ക്ക് ചുറ്റും അവർ കിടങ്ങുകൾ, ഈ നഗരത്തിന് ചുറ്റും അവർ കിടങ്ങുകൾ ഉണ്ടാക്കി, അല്ലേ? അങ്ങനെയാണ്. അപ്പം ഒരു ശത്രുവിന് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ രാജ്യത്തിനകത്തേക്ക് ഒരു തരത്തിലും പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം, ദൈവം ഒരു രാജ്യത്തെ വീഴ്ത്തണം അല്ലെങ്കിൽ മാറ്റണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു തടസ്സമല്ല, അല്ലേ? ഇനി നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വരികയാണെങ്കിൽ, അവിടെ യൂഫ്രത്തോസ് വറ്റുന്നു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബാബിലോൺ അല്ലെങ്കിൽ ഈ ബാബിലോണിയ രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ബെൽഷസർ രാജാവ് അവിടെ ഒരു വലിയ വിരുന്ന് കഴിക്കുന്നു, മഹത്തുക്കളുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, അവൻ്റെ സൈന്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഈ യെരുശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പാത്രങ്ങളിൽ അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അവർ ഡാൻസ് കളിക്കുകയും കൂത്താടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലേ? ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു വിരൽ വന്ന് അവിടെ എഴുതുന്നു, അല്ലേ? നിന്റെ രാജ്യത്വം ഇനി ഇല്ല, അതിന് അവസാനം വന്നിരിക്കുന്നു. ഞാനത് തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടതുകൊണ്ട് നിന്നെ രാജ്യത്വത്തിൽ നിന്ന് നീക്കുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. ദാനിയേൽ വരുന്നു, ദാനിയേൽ വന്നിട്ട് പറയുന്നുണ്ട്, നീ കാണിച്ചത് എന്താണ് കാണിച്ചത്, നീ നിന്റെ പിതാവ് ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ നീ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ നാശം നിനക്ക് വരുന്നതെന്നൊക്കെ അവിടെ ദാനിയേൽ പറയുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യൂഫ്രത്തോസ് വറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ ബാബിലോൺ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ യൂഫ്രട്ടീസ് നദിയാണ്, അല്ലേ? യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും. ഏദനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്, അവിടെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ യോശുവയുടെ പുസ്തകം, ആവർത്തന പുസ്തകം എന്നീ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഇസ്രയേലിൻ്റെ അതിര് തീരുമാനിക്കുന്നത് ഈ യൂഫ്രട്ടീസ് നദിയുടെ അതിര് വെച്ചാണ്. ഇത് അവരുടെ അതിരും തീരുമാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, തുർക്കിയിലുള്ള അർമേനിയൻ എന്ന് പറയുന്ന മലനിരകളിൽ നിന്നാണ് യൂഫ്രട്ടീസ് നദിയുടെ ആരംഭമെന്ന് അല്ലെങ്കിൽ ഉത്ഭവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുവഴി ഒഴുകി സിറിയ, ഇറാഖ് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു നദിയാണ് ഈ യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത്. നമുക്കറിയാം, മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നത് യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് എന്ന് നമുക്കറിയാം. ലോകത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയവരാണ് മെസൊപ്പൊട്ടേമിയർ. അപ്പം ഈ സംസ്കാരമൊക്കെ വളർന്നത് യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നദി എന്ന് അവസാനിക്കുന്ന എവിടെയാണ്, പേർഷ്യൻ ഉൾക്കടലിൽ ചെന്നാണ് ഇത് അവസാനിക്കുന്നത്, ചെന്ന് ചേരുന്നത്. അപ്പം ഈ ഒരു യൂഫ്രട്ടീസ് നദി എന്താണ്, ബാബിലോണിയരുടെ ഒരു അഭിമാനമായിരുന്നു, അല്ലേ? നമുക്കറിയാം, ബാബിലോൺ രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഈ ബെൽഷസർ ഭരിക്കുമ്പോഴും ഈ ബാബിലോൺ രാജ്യം എന്ന് പറയുന്നത് വളരെ ശക്തമായ രാജ്യമാണ്. അത് താമ്ര കതകുകളാൽ ചുറ്റപ്പെട്ട കോട്ടയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ കതകുകളൊക്കെയും ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറയുന്നത് അതിന് ശക്തമായ കാവലുണ്ടായിരുന്നു. ഇതിന് ചുറ്റും കിടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ കിടങ്ങുകളിലെല്ലാം ഈ യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള വെള്ളം കയറ്റി വിട്ട് കിടങ്ങുകൾ കുഴിച്ച് അവരിട്ടിരുന്നു. അതുകൊണ്ട് ഒരു ശത്രുക്കൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഈ നഗരത്തിലേക്ക്, ബാബിലോൺ നഗരത്തിലേക്ക് കടക്കുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഈ മേദിരും പേർഷ്യക്കാരുമായിട്ടുള്ള പേർഷ്യക്കാരുമായിട്ടുള്ളവർ അവർ ഈ ബാബിലോണിയരെ തകർക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നതിന് കാരണം തന്നെ ഈ ബെൽഷസർ ആണെന്നാണ് പറയുന്നത്. ബെൽഷസർ അത്രയും അഹങ്കാരിയായിരുന്നു. അവരുടെ രാജ്യം ആക്രമിക്കുമെന്നായപ്പോൾ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് അവർ തിരിച്ച് ബാബിലോൺ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ രണ്ട് രാജാക്കന്മാരോട് കൂടി ഈ ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ അവരെന്ത് ചെയ്തു, ആദ്യം തന്നെ ഈ യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ അവരെന്ത് ചെയ്തു, ഒരു തടയണ കെട്ടി ആ വെള്ളത്തെ സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ വെള്ളത്തെ അവിടെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തു, ഈ കിടങ്ങുകളിലെ വെള്ളമെല്ലാം അപ്പോൾ എന്ത് ചെയ്തു, വറ്റിപ്പോയി, എല്ലാം ഒഴുകിപ്പോയി. ഇനി വെള്ളം അതിനകത്ത് ഇല്ല.
ഈ സമയത്ത് എന്ത് ചെയ്യാൻ സാധിച്ചു? അവർക്ക് ഈ വെള്ളം വറ്റിക്കളഞ്ഞത് കൊണ്ട്, അതിൻ്റെ ഗതി തിരിച്ചു വിട്ടത് കൊണ്ട് അവർക്ക് ഇതിനുള്ളിലൂടെ ഈ ബാബിലോൺ നഗരത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അല്ലേ? അപ്പം നമുക്കറിയാം ഈ ബേൽഷസറിൻ്റെ കാര്യം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുകയാണ്, നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ വലിയൊരു വീഴ്ചയിലേക്ക് ഇപ്പം വന്നിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ബേൽഷസറിൻ്റെ ആ ഒരു വിരുന്ന് ഇതുവരെ അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? രാജ്യം മൊത്തം എന്തിലായിരുന്നു? ഒരു ഉത്സവ പ്രതീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബാബിലോണിയ സാമ്രാജ്യം മുഴുവൻ അവരൊരു ഉത്സവം പോലെ ആഘോഷിക്കുമായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ എടുത്ത്, ഈ വസ്തുക്കളൊക്കെ എടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ കുടിച്ച് ആനന്ദിച്ച് നൃത്തം ചെയ്ത് അവരിങ്ങനെ രസിച്ച് ഏതാണ് സാധാരണ ജനങ്ങളടക്കം സൈന്യങ്ങളടക്കം എന്ത് ചെയ്തു? അവർ ഈ ഒരു ഉത്സവ ലഹരിയിലായിരുന്നത് കൊണ്ട് അവരുടെ നഗരം പിടിക്കപ്പെട്ടത് അവരെന്ത് ചെയ്തില്ല, ആ അന്ത്യനിമിഷം വരെ അവരറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ബേൽഷസർ വീഴുന്നതും അന്ന് രാത്രി തന്നെ ബേൽഷസറിൻ്റെ അന്ത്യം സംഭവിക്കുന്നതും നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ അന്ത്യകാലത്ത് ജീവിക്കുന്നു, അല്ലേ? ഈ ബേൽഷസറിനുണ്ടായ ഇതേ അനുഭവം തന്നെ നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്കവിടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അന്ത്യകാലത്തും, അല്ലേ? നമുക്കിപ്പം വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോഹയുടെ കാലത്ത് എങ്ങനെയായിരുന്നു? അവിടെ അവർ ജലപ്രളയം വരും വരെ അവരെന്ത് ചെയ്തു? തിന്നും കുടിച്ചും ആനന്ദിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചുമൊക്കെ അവർ ഇങ്ങനെ സാധാരണ ഒരു ജീവിതം നയിക്കുന്നത് പോലെ ഒരു ഉല്ലാസത്തിൻ്റെ ഒരു ജീവിതം നയിച്ചിങ്ങനെ പോരുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വെള്ളം വന്നു, ജലപ്രളയം വന്നു, 8 പേരല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല, രക്ഷയിലേക്ക് കടന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ അന്ത്യകാലത്തിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-43 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടെയും പറഞ്ഞിരിക്കുന്നു, കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണർന്നിരിക്കാനാണ് പറയുന്നത്, അല്ലേ? നമുക്കറിയാം കള്ളന്മാർ വരുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടാണ് വരുന്നത്? ഒരിക്കലുമല്ല. അവർ നമുക്ക് നനച്ചിരിക്കാത്ത നാഴികയിലാണ് നമ്മുടെ വീട് എന്ത് ചെയ്യുന്നത്, തകർത്ത് കള്ളൻ അകത്ത് കയറുന്നത്. നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു, അല്ലേ? നമ്മുടെ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പം നമ്മളെപ്പോഴും ഉണർന്നിരിക്കുന്നവരായിരിക്കണമെന്നാണ് പറയുന്നത്. ദൈവമക്കൾ എന്ന് പറയുന്നത് എപ്പോഴും ഉണർന്നിരിക്കണമെന്ന് അവിടെ പറയുന്നു. അപ്പം നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ നിലച്ചിരിക്കാത്ത നാഴികയിലാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാവുന്നതെങ്കിൽ നമുക്കറിയാം, ദൈവം തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവാചകന്മാരെ അറിയിക്കാതെ എന്ത് ചെയ്തില്ല, ഒരു നാശവും ഞാൻ രാജ്യത്തിന് മേലോ ഒന്നും വരുത്തത്തില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്കറിയാം നോഹയുടെ കാര്യം. നോഹ 120 വർഷം പ്രസംഗിച്ചു, അല്ലേ? 120 വർഷം പ്രസംഗിച്ചിട്ടും ഒരു ആത്മാവിനെ പോലും എന്ത് ചെയ്തില്ല, നേടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മളും ഇന്ന് എന്ത് ചെയ്യുകയാണ്, ഈ സുവിശേഷ വേലയിലായിരിക്കുന്നു, അല്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നാം നമ്മളൊന്നും നേടിയില്ല, നമുക്ക് പ്രതികൂലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്കറിയില്ല ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവത്തിൻ്റെ ഉദ്ദേശം, പദ്ധതി, പ്ലാനുകൾ ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. എപ്പം ന്യായവിധി നമ്മുടെ മേൽ വരുമെന്ന് അറിയായിക കൊണ്ട് നീതി പ്രവർത്തിക്കുക, നീതി ചെയ്യുക, നീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് പറയുന്നത്. ഇല്ല എങ്കിൽ ഈ ബേൽഷസറിനുണ്ടായതുപോലെ ഒറ്റ രാത്രി കൊണ്ട് നമ്മളുടെ കാര്യത്തിലും തീരുമാനമാവും, അല്ലെങ്കിൽ നമ്മുടെ ന്യായവിധിയും വരുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു, അല്ലേ? ഇനി നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവിടെ 6ാമത്തവൻ തൻ്റെ കലശം ഒഴിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി അവിടെ വറ്റിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? നമുക്ക് അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട് എന്താണ്, യൂഫ്രട്ടീസ് നദി അവിടെ വറ്റിപ്പോകുന്നതായിട്ട്, 6ാമത്തെ കലശം ഒഴിക്കുമ്പോൾ അത് വറ്റിപ്പോകുന്നതായിട്ട് കാണുന്നു. അവിടെയും പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ദൈവമക്കൾക്ക് ഒരു ഒരുക്കത്തിനുള്ള സമയമായി എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് അറിയായിക കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവമക്കൾക്ക് എപ്പോഴും ഉണർന്നിരിക്കേണ്ടവരാണ്, അവർ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കേണ്ടവരാണ് എന്നും അഹങ്കാരമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ഏറ്റവും താഴ്മയുള്ളവരായി നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നും ഈ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അസീറിയയെ തോൽപ്പിച്ച്, അല്ലെങ്കിൽ എന്താണ്, ഈ ബാബിലോണിനുള്ളിലേക്ക് കടന്നു വന്ന
പേർഷ്യൻ രാജാവായ കൊരശിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ കൊരശിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിഷിക്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കൊരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കൊരശിന്റെ മനസ്സുണർത്തി അവൻ തൻ്റെ രാജ്യത്തെല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാഴ്സി രാജാവായ കൊരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിൽ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഈ കൊരശിനെ സാദൃശീകരിച്ചിരിക്കുന്നത് മനുഷ്യപുത്രനോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടാണ്, അല്ലേ? അതിൽ സാമ്യം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പരാമർശിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കൊരശ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ഒരു ജാതീയനായ ഒരു രാജാവായിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ഈ കൊരശിനെ വിളിച്ച് എന്ത് ചെയ്തു? തൻ്റെ ഭക്തനാക്കി മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ നെബൂഖദ്നേസറിനുണ്ടായ ഇതേ അനുഭവം തന്നെ ഇവിടെ ആർക്കും ഉണ്ടായിരിക്കുകയാണ്, ഈ കൊരശിനും ഉണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ കൊരശിനെ കുറിച്ച് പറയുന്നത് അവൻ എൻ്റെ അഭിഷിക്തൻ എന്നാണ് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഈ ബാബിലോണിയ അടിമത്തത്തിലിരിക്കുന്ന ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടി ദൈവം പറഞ്ഞയച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര്? കൊരശ് എന്ന് പറയുന്നത്. ഇത് ഈ ലോകത്തെ അടിമത്തത്തിൽ നിന്ന് അവരെ വിട്ടയക്കാനാണ് എങ്കിൽ ആത്മീയ ഇസ്രായേലായ നമ്മെ ഓരോരുത്തരെയും ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് ആ ഒരു സാദൃശ്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രാജാവ്, ഈ കൊരശ് രാജാവ് പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ ദേവാലയം പുതുക്കി പണിയുന്നതിന് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുകയും അതിലേക്ക് ഈ ജനങ്ങളെ, പ്രവാസികളായിട്ടുള്ള യെരൂശലേമിലെ ആൾക്കാരെ എല്ലാവരെയും എന്ത് ചെയ്തു? തിരിച്ച് യെരൂശലേമിലേക്ക് തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് തന്നെ അവരെ തിരിച്ച് എത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മൾ ഈ 2 ദിനവൃത്താന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഉണ്ടായ പ്രവചനമാണ്, അല്ലേ? യിരെമ്യാ പ്രവാചകനാണ് പ്രവചിച്ചിരിക്കുന്നത്. എന്താണ്? കൊരശ് എന്ന് പറയുന്ന ഒരു അഭിഷിക്തനുണ്ട്, അവൻ വരും, അവന് ഇസ്രായേൽ മക്കളെ അവൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്നൊക്കെ പറയുന്നത് യിരെമ്യാ പ്രവാചകനാണ്. നമുക്കറിയാം യിരെമ്യാ പ്രവാചകൻ ഈ ഒരു പ്രവചനം നടത്തുമ്പോൾ കൊരശ് ജനിച്ചിട്ട് പോലുമില്ല, അല്ലേ? കൊരശ് രാജാവ് ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയത്താണ് ഈ പ്രവചനം. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തനാണ്, അല്ലേ? വാക്ക് മാറാത്തവനാണ്. മാനസാന്തരപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം വാക്ക് മാറും. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവം നമ്മോട് കരുണ കാണിക്കും, ദയ കാണിക്കും, മനസ്സലിവുള്ളവനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ വാക്ക് മാറാത്തൊരു ദൈവമാണുള്ളത്, അല്ലേ? ഏകദേശം 100 വർഷം മുമ്പാണ് കൊരശിനെ ഇതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നിയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മളെ പേര് ചൊല്ലി വിളിച്ചൊരു ദൈവമാണ് നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ കൊരശിനെ കർത്താവായ യേശുക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താണ്? കൊരശ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത് ഈ ലോകത്തെ അടിമത്തത്തിൽ നിന്നാണ് എങ്കിൽ യെരൂശലേം ഇസ്രായേല്യരെ ആ ബാബിലോണിയ അടിമത്തത്തിൽ നിന്നാണ് വിടുവിച്ചെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന അഭിഷിക്തൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമ്മളെ ഈ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുക എന്നുള്ളതായിരുന്നു. അത് കൊരശിന് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അത് ദൈവപുത്രന് അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നെബൂഖദ്നേസറിനും ഈ കൊരശ് രാജാവിനും ഒരേ രീതിയിലാണ് ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെബൂഖദ്നേസർ 4-ാം അധ്യായത്തിലൂടെ ഇത് ദൈവമാണ് അല്ലെങ്കിൽ ദാനിയേൽ 4-ാം അധ്യായത്തിലൂടെ ദൈവമായ യഹോവയാണ് യഥാർത്ഥ ദൈവം എന്ന് അവിടെ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു രേഖാമൂലം പ്രസിദ്ധപ്പെടുത്തി എന്നാണ് പറയുന്നത്, അല്ലേ? ഈ കൊരശ് രാജാവ് അല്ലെങ്കിൽ ഈ പാഴ്സി രാജാവായ കൊരശ് ഒരു രേഖാമൂലം അവിടെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ പരസ്യം ചെയ്തു പറയുന്നു, യഹോവയായ ദൈവമാണ് ഭൂമിയിലെ
സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം ആരാണ് എനിക്കിതെല്ലാം തന്നത്? ഇതിൻ്റെ ഉടയവനാണ് എന്ന് അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ദൈവം ഓരോ ആളുകളെയും, ഓരോ സാമ്രാജ്യത്തെയും, ഓരോ നേതാക്കന്മാരെയും എടുത്തുപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നീതിയോടുകൂടി ജീവിക്കുക, നന്മ പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, അല്ലേ? നമ്മൾ നോക്കുമ്പം അവിടെ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, എന്താണ്, വെളിപാട് തന്നെ 16-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ ഉടുപ്പ് സൂക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. കള്ളൻ നമ്മളെ എന്താണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഉടുപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ കയറുവാൻ സാധിക്കത്തില്ല? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഈ ക്വാർട്ടറിലെ പാഠം പഠിച്ചതിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവചനത്തിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ചില രൂപങ്ങളുടെയും സാദൃശ്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളെയും പ്രവചിച്ചിരിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ് നമ്മൾ ഈ പഠിച്ചത്. വളരെ അനുഗ്രഹപ്രദമായ പാഠങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്നത്തെ പാഠവും ഏറ്റവും അനുഗ്രഹപ്രദമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പാഠപഠനത്തിലൂടെ നമുക്ക് രക്ഷ എന്നുള്ളത് അത് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾക്ക് എത്ര വലിയ ബലഹീനതകളുള്ളവരാണ് നിങ്ങളെങ്കിലും എന്ത് ചെയ്യുക? ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരുവാനായിട്ടുള്ള ആഹ്വാനം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, ദൈവം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. അതായത് ദൈവമാണ് സൃഷ്ടാവെന്നും അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതെന്നും ഇത് മറ്റു ജനങ്ങളിലേക്ക് പറയുക എന്നുള്ളതാണ് ഓരോ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം അതാണ് നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുക. നമ്മൾ ഒരിക്കലും യോന പ്രവാചകനെ പോലെ എനിക്ക് അവരെ ഇഷ്ടമല്ല, ഇവരെ ഇഷ്ടമല്ല, അവരോട് ഞാൻ പറയത്തില്ല, ഇവരോട് പറയത്തില്ല, അങ്ങനെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കുവാൻ പാടില്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ബേൽഷസറിനെ പോലെ അഹങ്കാരം നമുക്കുണ്ടായിരിക്കുവാൻ പാടില്ല, അല്ലേ? നമുക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടായിരിക്കാൻ പാടില്ല. നമുക്ക് മുൻകാലങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത ഒരു നന്മയും നമ്മൾ മറന്നു കളയുവാൻ പാടില്ല. അതുമാത്രമല്ല, ഈ കൊരശ് രാജാവിനെ പോലെ, നെബൂഖദ്നേസറിനെ പോലെ നമ്മുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ യോന പ്രവാചകൻ ആ കപ്പലിൽ വെച്ച് അവരോട് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തെ, ഞാൻ ആരാധിക്കുന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെയാണെന്ന് പറയുവാനുള്ള ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അത് ആരുടെ മുമ്പിലും പറയുവാനുള്ള ധൈര്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്നും ഈ പാഠം പഠിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ന്യായവിധിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് രക്ഷയിലേക്ക് അടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ്. ആ വ്യക്തിപരമായ തീരുമാനം അത് നല്ല തീരുമാനമായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, വീണ്ടും റാഷിയുടെ ആയിരിക്കാൻ തക്കണം നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് അടിയങ്ങൾ പഠിച്ച പാഠം അടിയങ്ങൾക്ക് അനുഗ്രഹമായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിപ്പിച്ച അടിയനെയും കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ, അടിയങ്ങളെല്ലാവരും ദൈവമേ അങ്ങയുടെ രക്ഷയിലായിരിക്കാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തെ ദൈവമേ ഇത് അന്ത്യകാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രമപ്പെടുത്തുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമെന്ന് അടിയങ്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.